ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൺ ഡേ ട്രിപ്പാട്ടോ. ഞങ്ങൾ 3 പേരാണ് ട്രാവൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യും, ട്രാവൽ പോകുകയും ചെയ്യും കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയത് തൊമ്മൻകുത്ത് വാട്ടർഫാൾസ് ആയിരുന്നു കേട്ടോ. അത് നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ നല്ലവണ്ണം എൻജോയ് ചെയ്തു. പക്ഷേ ഈ ട്രിപ്പ് കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ എറണാകുളം സൈഡിലേക്ക് പോയി. ആദ്യം പോയത് ഫോറം മോളിലേക്കായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് കയറി മിറർ കണ്ടപ്പോൾ കുറച്ചും കൊതിയായിട്ട് ഫോട്ടോസൊക്കെ ചുമ്മാ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ കുറേ ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി നടന്നു. ലാസ്റ്റ് ഞങ്ങൾ ഹൈപ്പറിലേക്ക് കയറി. എല്ലാവർക്കും ഒന്ന് വിശന്ന് തുടങ്ങിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആരും അങ്ങനെ അധികം കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് നേരെ ആ ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് പോയി. ഫുഡ് കോർട്ട് ഏരിയയുടെ അവിടെ നമുക്ക് ടേബിളും സീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നു. ഞങ്ങൾ മേടിച്ചത് കുറച്ച് ഐറ്റംസ് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ പേസ്ട്രി മേടിച്ചു ഡെസേർട്ടായിട്ട്. പിന്നെ ഞങ്ങൾ മേടിച്ചത് കൊളസ്ലോ മേടിച്ചായിരുന്നു. ഒരു ചിക്കൻ സാൻഡ്വിച്ച് മേടിച്ചു. ഇത് പഞ്ചാബി സമൂസ വിച്ച് വാസ് ഫിൽഡ് വിത്ത് പൊട്ടാറ്റോസ്. പിന്നെ ഇത് ചന്ന ബോയിൽഡ് എഗ്ഗ്. പാസ്ത മേടിച്ചു. മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഗ്രീക്ക് യോഗട്ട് മേടിച്ചു. അതിൻ്റെ അത്ര ടേസ്റ്റില്ലായിരുന്നു കേട്ടോ. ഈ റോ മാംഗോ ജ്യൂസ് അത് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലൈഫ് സ്റ്റൈലിലേക്കായിരുന്നു. അപ്പോഴാണ് ഒരു ചേച്ചി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. മേക്കപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടായിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നേതൊക്കെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. മേക്കപ്പൊക്കെ അവൾക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഏത് മൂടാ? വേറെ മൂടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യാമെന്ന് ഓർത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഫ്രോക്ക് പോലെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കോസ്റ്റ്ലിയാണ്, മേടിച്ചൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഡ്രസ് ട്രയലിന് ശേഷം ഞങ്ങൾ പോയത് ലൈഫ് സ്റ്റൈലിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവൾ നേരെ വിട്ടത് ആ ബോട്ടിലിൻ്റെ സൈഡിലേക്ക്. അവൾക്കൊരു ബോട്ടിൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് ബോട്ടിലിൻ്റെ സൈഡിലേക്ക് പോയി. അതവൾ നോക്കി റേറ്റൊക്കെ നോക്കിയപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് അവിടെ തന്നെ വെച്ചു. പക്ഷെ അവൾക്ക് ഇഷ്ടമായിരുന്നു ബോട്ടിൽ. മീൻസ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അവിടെ. പക്ഷെ നമുക്കൊരു പുതിയ വീടൊക്കെ പണിയുവാണെങ്കിൽ അവിടെ നമുക്ക് മേടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അത് ഫുൾ കറങ്ങി കണ്ടു, ആസ്വദിച്ചിട്ട് തിരിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞാനെല്ലാം ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചു. നല്ല രസമില്ലേ? നമുക്കിങ്ങനെ സാധനങ്ങൾ വെച്ചിട്ട് കിച്ചണിൽ യൂസ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രെഡൊക്കെ വെക്കാം. ഞാൻ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. ലേഡി പൊട്ടറ്റ് വയ്ക്കാൻ, ഇത് നാപ്കിൻ, കുക്കീസ്. എടീ കൊതിയാവണടി. അയ്യ, അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടത് പിന്നെ ജ്യൂസ് സ്ട്രീറ്റിലേക്കായിരുന്നു. പക്ഷേ ജ്യൂസ് സ്ട്രീറ്റ് അല്ല ഗൈസ് ഞങ്ങൾ എത്തിയത് ബ്രോഡ്വേ ആയിരുന്നു. ബ്രോഡ്വേ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷേ ഇവൾക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, കുറേ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവൾ കുറേ അധികം ഐറ്റംസൊക്കെ മേടിച്ചു. ഞങ്ങൾ പിന്നെ വെറുതെ മിററൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. ആ മുന്നിൽ പോകുന്നവളാണ് ഈ പാർലറുള്ളത്, ബ്യൂട്ടി പാർലർ. അപ്പോൾ അവൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവളങ്ങനെ കുറേ അധികം മേടിച്ചു കേട്ടോ.
അവളൊരു ഫാൻ നോക്കണ്ടായിരുന്നു. ഇവിടെ നിന്നിപ്പോൾ ഒരു ഫാൻ, ഈ ബ്രൈഡ്സൊക്കെ സ്വെറ്റ് ചെയ്യുമ്പോൾ അവരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാൻ അവൾ മേടിച്ചു. അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു നല്ലതാണോ എന്ന്. അങ്ങനെ അവൾ അതൊക്കെ മേടിച്ചു. ഞങ്ങൾ പിന്നെ അവളെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി, അതിൻ്റെ ഉള്ളിലേക്ക്. എനിക്ക് ഇങ്ങനെ ഇവിടെ വലിയ പരിചയമില്ല, ഞാൻ 2-3 ടൈംസേ വന്നിട്ടുള്ളൂ. ബട്ട് ഇങ്ങനെ ഒത്തിരി ഉള്ളിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവൾക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഇവള് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയി. ഇവിടെ നല്ല അഫോർഡാട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാനും. ഇവള് ഞാനും ക്ലിപ്പൊക്കെ മേടിച്ചു. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ടാ മിക്ക സാധനങ്ങളും കിട്ടണത്. അപ്പോൾ കുറേ അധികം ഐറ്റംസ് മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചില്ല, നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെള്ളം മേടിക്കാൻ അവിടെ ഇറങ്ങിയേക്കുമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ മേടിച്ചു. ഇവള് നല്ല ചീത്ത പറയുന്നുണ്ട്, അവൾക്ക് 7up വേണമെന്ന്. ഇവള് മേടിച്ചുകൊണ്ട് വന്നതും കോൾഡ് വാട്ടറായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾ പിന്നെ നേരെ എവിടെയെങ്കിലും നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കി, കുറേ സ്ഥലത്തൊക്കെ അടിച്ചു നോക്കി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഏതോ ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഷോപ്പിലെത്തി. വിശന്നിരിക്കുമായിരുന്നു. മീൻസ് ഒരു 4:30 ഒക്കെ ആയിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. നിധി പൊറോട്ട മേടിച്ചു. ഒരു കൊതിക്ക് മേടിച്ചത്, എന്താണ് സംഭവം എന്നറിയാം. അങ്ങനെ നിധി പൊറോട്ട മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നിട്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടമായി ഈ സാധനം. ഫസ്റ്റ് ലെയറിൽ എൻ്റെ ബീഫായിരുന്നു, സെക്കൻഡ് ലെയറിൽ ചിക്കനായിരുന്നു. നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇവൾക്ക് പിന്നെ എല്ലാം കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അൽഫാം മേടിച്ചായിരുന്നു, പെരി പെരി അൽഫാം, അതും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.